ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയിലാണ്. പള്ളിക്കരയിൽ എക്സാക്റ്റ് ആയിട്ട് സ്ഥലത്തിന്റെ പേര് പറയുകയാണെങ്കിൽ ഗാന്ധി റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പള്ളിക്കര ഭാഗത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാത്തവർക്കാണെങ്കിൽ പള്ളിക്കരയിലായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ബസ് റോഡിൽ നിന്നും വെറും 150 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇതിന്റെ എലിവേഷൻ സറൗണ്ടിങ്സ് എല്ലാം കാണാം. അപ്പോഴേക്ക് നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് കൂടി ഒന്ന് പറഞ്ഞു പോകാം. എക്സാക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഗാന്ധി റോഡ് എന്നാണ് ഈ കാണുന്ന സ്ഥലത്തിന്റെ പേര് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 10 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇവിടെ തൊട്ടടുത്തൊരു ബ്രിഡ്ജിന്റെ വർക്ക് ഏകദേശം ഫൈനലൈസ് ആയിട്ട് കഴിയാറായി നിൽക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിന് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇൻഫോ പാർക്കിലേക്ക് വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്നും എത്താവുന്നതാണ്. നമുക്ക് ഇവിടെ നിന്ന് തൃപ്പൂണിത്തുറ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഏകദേശം ഒരു 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 26 കിലോമീറ്ററുമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ ഈ കാണുന്ന വീടിന്റെ മനോഹരമായ എലിവേഷൻ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് നോക്കിയാൽ കാണാം, തൊട്ടടുത്തെല്ലാം നിറയെ വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു 6-7 വീടുകളാണ് നമ്മളുടെ ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്കിന്ന് 2 വീടുകളാണ് സെയിലിനായിട്ടുള്ളത്. ആദ്യത്തെ വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു, രണ്ടാമത്തെ വീടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ലാൻഡ് അളവിലും സ്ക്വയർ ഫീറ്റുകളിലും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതനുസരിച്ചിട്ടാണ് റേറ്റിലുള്ള വ്യത്യാസവും വരുന്നത്. ഭംഗിയായിട്ട് എലിവേഷനോട് കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഈ 2 വില്ലകൾ നിങ്ങൾക്ക് ഇന്ന് സെയിലിനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് 2 വില്ലകളും കൂടെ പരിചയപ്പെടുമ്പോൾ ഒരുപാട് ടൈം പോകുന്നത് കൊണ്ട് ഒരു വില്ല മാത്രമേ ഇന്ന് പരിചയപ്പെടാം. ഈ കാണുന്ന വില്ലകളിലേക്കുള്ള റോഡ് നോക്കിയാൽ കാണാം, നമുക്ക് ടാർ റോഡ് തന്നെയാണ് മെയിൻ ആയിട്ട്. ആ റോഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ടാർ റോഡ് തന്നെയാണ് ഇങ്ങോട്ടും വന്നിരിക്കുന്നത്. ഇതിന്റെ മതിൽ നോക്കുവാണെങ്കിൽ കാണാൻ ഭംഗിയായിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. വീടിന് മതിൽ നമുക്ക് ഏകദേശം ഒരു വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ടാണെങ്കിൽ GS സ്ക്വയർ ട്യൂബിൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലും മറ്റേ സൈഡ് വന്നിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് വർക്കുകൾ മാത്രം നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മെയിൻ കാണുന്ന പില്ലറിൽ ഒക്കെ നമുക്ക് 2 ഷോലൈറ്റ് വെക്കാറുണ്ട്. അതുകൂടാതെ വീടിനകത്താണെങ്കിലും ചെറിയ ചെറിയ വർക്കുകൾ, അങ്ങനെയുള്ള പരിപാടികൾ മാത്രമാണ് നമുക്കിത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 5.5 സെന്റ് ലാൻഡിൽ 2100 സ്ക്വയർ ഫീറ്റിലാണ്. അത്യാവശ്യം നല്ല ലാൻഡ് അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന് എലിവേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഏറ്റവും മുകൾ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ അധികം ഒന്നും കാണാത്ത ഡിസൈൻ, നോർമലായിട്ട് കാണുന്ന യൂണിഫോം മോഡലിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ഭംഗിയുള്ള എലിവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകളും ക്ലാഡിംഗ് സ്റ്റോൺസും എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു 5.5 സെന്റ് 5.5 സെന്റ് എക്സാക്ട് ആയിട്ടല്ല, വളരെ ചെറിയ കുറച്ചൊരു കുറവ് വരുന്നുണ്ട്. ഏകദേശം ഒരു 5.4നും 5.5നും ഇടയ്ക്ക് അങ്ങനെ ഒരു ചെറിയ അളവിലാണ് വ്യത്യാസം മാത്രമാണ് ഉള്ളത്. അപ്പോൾ 5.5 സെന്റും 2100 സ്ക്വയർ ഫീറ്റിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഏരിയ തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ മെയിൻ ഗേറ്റ് തുറന്നിട്ട് അകത്തേക്ക് കയറുന്ന സമയത്ത് ഇവിടെ ഒരു കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് നിങ്ങൾക്ക് കാണാം. നമുക്ക് ഇന്നോവ പോലുള്ളൊരു വലിയ വാഹനത്തിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു കവേർഡ് പോർച്ചിന്റെ അണ്ടറിൽ കിട്ടുന്നത്. അതുകൂടാതെ വേറെ 2 ചെറിയ കാറുകളിലൂടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൂടെ ഇതിന്റെ ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ കാണുന്ന കവേർഡ് പോർച്ച് കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ടേക്ക് നല്ല ലെങ്ത് ആയിട്ടൊരു സ്പേസ് കിടക്കുന്നുണ്ട്. അവിടെ 2 ചെറിയ കാറുകൾ നമുക്ക് ഇടാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു മുറ്റം മുഴുവനും ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ചിട്ട് അതിനിടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ 2 സൈഡിലും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ വെള്ളത്തിനായിട്ട് ഒരു കിണർ ബാക്ക് സൈഡിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ അത് കാണാം, വലിയൊരു കിണർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ നല്ല റെഡ് സോയിൽ ആണ്, ചെങ്കല്ലായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡ്രിങ്കിങ് വാട്ടർ ആണ് കിട്ടുന്നത്. മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് KWയുടെ വാട്ടർ വേണമെങ്കിൽ ഇവിടെ എടുക്കാവുന്നതാണ്. ലെഫ്റ്റ് സൈഡ് കണ്ടു, വീടിന്റെ റൈറ്റ് സൈഡും ഇതുപോലെ തന്നെയാണ് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടുത്തെ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ വുഡിന്റെ ആ കാണുന്ന ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന കേബിളുകളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഫിനോലെക്സിന്റെയാണ് കേബിളുകളെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്വിച്ചസ് എല്ലാം വന്നിട്ട് ലെഗ്രാൻഡിന്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ കേബിളും വയർ ഫിറ്റിങ്സും സ്വിച്ചസും എല്ലാം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ടിന്റെ മുകളിലൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു 3-4 ചെയറുകൾ ഇടാൻ പറ്റിയ നല്ലൊരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതാണ് വീടിന്റെ മെയിൻ ഡോർ. 2ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ 2 പീസിലാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ ഡോർ ചെയ്തിരിക്കുന്നത്.
രണ്ട് പാളികളുള്ള ഈ ഒരു ഡോർ തുറന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ലൊരു വലിയ ഏരിയ തന്നെ നമുക്ക് ഇവിടെ ലിവിങ്ങിനായിട്ട് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഫ്ലോർ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീളത്തിലുള്ള വെട്രിഫൈഡ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഒരു ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു 10 പേരെ വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന സ്പേസ് നമുക്ക് ലിവിങ്ങിൽ കിട്ടുന്നുണ്ട്. വിൻഡോസ് നോക്കിയാൽ കാണാം, രണ്ട് ഭാഗത്തായിട്ട് 3 വിൻഡോസ് വീതമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിലും ഭംഗിയുള്ള വർക്കുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് TV യൂണിറ്റ് ആണ്. മൾട്ടി വുഡ് കൊണ്ട് വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ എൻട്രൻസ് വന്നിട്ട് മൾട്ടി വുഡിൽ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഹൈലൈറ്റ് തന്നെയാണ്. ഏകദേശം ഒരു 12 പേരെ വരെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒരു ടേബിളോ 2 ടേബിളോ ഒക്കെ ഇടാനുള്ള നല്ല സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റെയർ കേസിന്റെ ഈ ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അതിനുള്ളിലെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ട് മുകൾ ഭാഗം വരെ സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇതിന് താഴെ നമുക്ക് 3 വിൻഡോസ് കാണാം. ആ ഭാഗം തൽക്കാലം കവർ ചെയ്തിട്ടില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്തെടുത്താൽ ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാം. പക്ഷെ അത് കവർ ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് ഓൾറെഡി ഇവിടെ ഒരു ചെറിയ കബോർഡ് റെഡിമെയ്ഡ് ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിന്റെ മുകളിലേക്ക് നോക്കിയാലും കാണാം, നല്ല രീതിയിൽ തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഡൈനിങ് സ്പേസിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള വർക്ക് നോക്കുകയാണെങ്കിൽ വാഷ് ബേസിൻ ഫിറ്റ് ചെയ്യാന്നുള്ളതാണ്. അതിനുള്ള സ്പേസ് ഇവിടെ ഓൾറെഡി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന വീട്ടിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് വരുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ടോട്ടൽ 4 ബെഡ്റൂമുകളിൽ 2 എണ്ണം താഴെയാണ് വരുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒക്കെ ആയിട്ടാണ് ബെഡ്റൂം വരുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം തന്നെ നോക്കാം. ഈ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഡോർ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വുഡുകളൊക്കെ കണ്ടാൽ അറിയാം, അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വുഡുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 × 8 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 11 × 8 ആണ് ഇതിന്റെ ഫീറ്റ് അളവ് വരുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 3 വിൻഡോസ് കൊടുത്തിരിക്കുന്നത് കാണാം. അവർ ഫ്രഞ്ച് മോഡലായിട്ടാണ്, ഹാഫ് വുഡും ഹാഫ് ഗ്ലാസ്സിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകളിലൊക്കെ പ്ലെയിൻ ആയിട്ടാണ്, പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരുപാട് പേർക്ക് വേണ്ട ഒരു കാര്യം തന്നെയാണ് മുകളിൽ വർക്കുകളില്ലാത്ത വീട് വേണമെന്നുള്ളത്. അതുപോലെ ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തന്നെയാണ് വാർഡ്രോബിന് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് സെറയുടെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള ടൈലാണ് വോളിലും ഫ്ലോറിലും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടു. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെ താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം ആണ്. ഇപ്പോൾ 2ാമത്തെ ബെഡ്റൂം ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു ഡബിൾ കോട്ട് ഇടാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 × 14 ഫീറ്റ് ആണ് വരുന്നത്. 12 × 14 ഫീറ്റ് ആണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ അളവ് വരുന്നത്. ഇവിടെ 2 ഭാഗത്തായിട്ട് നമുക്ക് വിൻഡോസ് കൊടുത്തിരിക്കുന്നത് കാണാം. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത്. ആ ഒരു സെയിം കളർ കോമ്പിനേഷനുകളും മെറ്റീരിയലും ഒക്കെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും റൂഫിൽ പ്രത്യേകിച്ച് വർക്കുകളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഈ കാണുന്ന ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാം ബാത്റൂം ഫിറ്റിംഗ്സ് മെജോറിറ്റി തന്നെ നമുക്ക് സെറയിലാണ്, കുറച്ച് മാത്രമാണ് പാരവെയറിൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള ടൈലുകളാണെങ്കിലും സെയിം ആ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റിയോട് കൂടി തന്നെയാണ് ഇവിടെ ക്ലോസറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് കിച്ചൺ ആണ്. കിച്ചൺ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് വുഡിലും ഹാഫ് ഗ്ലാസ്സിലും ആയിട്ടാണ് കിച്ചന്റെ ഡോറ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ഒക്കെ നമുക്ക് ഡൈനിങ് ഹാൾ പോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്. ഏകദേശം ഒരു 7-8 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് ഉള്ള കിച്ചൺ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ വന്നിട്ടാകുമ്പോൾ കുറച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ട്. കുറച്ച് ഗ്രിപ്പുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കുറച്ച് വർക്കുകൾ നമുക്കിനി കംപ്ലീഷൻ ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. വിൻഡോസ് കാണാം, 2 സൈഡിലായിട്ട് 2 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സ്ലാബ് എല്ലാം വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ്. ഇവിടെ ആയിട്ടാണ് നമുക്ക് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻസ് വരുന്നത്. വീടിന്റെ ബാക്ക് സൈഡ് ഈ ഒരു സൈഡിലാണ് നമുക്ക് അപ്കമിങ് വർക്ക് ഏരിയക്കുള്ള സ്പേസ് എന്ന് പറയുന്നത്. അവിടെയായിട്ട് വലിയൊരു കിണർ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അവിടുത്തെ ഫ്ലോറിലെ വർക്കോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ആ ഒരു റെഡ് സോയിൽ തന്നെയാണ് അവിടെ കിടക്കുന്നത്. വർക്ക് ഏരിയ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെയൊക്കെ ഭംഗിയാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ താഴെയുള്ള 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, കിച്ചണും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. മുകളിലത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം.
സ്റ്റെപ്പ് കയറി ഇപ്പൊ നമ്മൾ നേരെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടെ ഒരു വലിയ ഹാള് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇവിടുത്തെ TV യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് എല്ലാം പവർ പോയിന്റ് എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു TV യൂണിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാള് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ താഴെ 2 ബെഡ്റൂമുകൾ കണ്ടു, ഇനി മുകളിൽ 2 ബെഡ്റൂം നമുക്ക് കാണാനുണ്ട്. അതുപോലെ നമ്മളിവിടെ സ്റ്റെപ്പ് കയറി വരുന്ന വഴിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിലായിട്ട് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ഓപ്പണിങ്സ് കൊടുത്തിട്ട് അതിനകത്തെല്ലാം ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. നമുക്ക് വെയിൽ ഓൾറെഡി അതിലൂടെ കടന്നു വരും, സൺലൈറ്റ് വരുന്നത് നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ വന്നിട്ടാണെങ്കിലും റൂഫിലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാളിലേക്കുള്ള എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 3 വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ അളവ് നോക്കുവാണെങ്കിൽ 13x11 ഫീറ്റ് ആണ് വരുന്നത്. 13x11 ഫീറ്റ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ അളവ് വരുന്നത്. ഈ ഭാഗത്ത് 3 ബെഡ്റൂമും ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വാർഡ്രോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് സെയിം ആ ഒരു മൾട്ടിവുഡിന്റെ തന്നെ കളർ കോമ്പിനേഷനുകളിലൊക്കെ ആയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബെഡ്റൂമുകളുടെ അകത്ത് ഒന്നും തന്നെ റൂഫിലോ വർക്കുകളോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കറിയാം ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നൊരു വീട് കൂടിയാണ് ഇങ്ങനെയുള്ള ഒരെണ്ണം. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. എല്ലാ ബാത്റൂമുകളിലും നമുക്ക് വെറ്റ് ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. സെയിം കളർ കോമ്പിനേഷനുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമുക്ക് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളെല്ലാം സെയിം തന്നെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കമ്പാരിറ്റീവ്ലി നമുക്ക് ഏറ്റവും വലിയൊരു ബെഡ്റൂം കിട്ടുന്നത് ഇവിടെ തന്നെയായിട്ടാണ്. അത്യാവശ്യത്തിന് വലിയൊരു കോട്ട് ഇടാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12x13 ഫീറ്റ് ആണ് വരുന്നത്. 12x13 ഫീറ്റ് അളവിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു കോർണർ ഭാഗത്ത് ആ ഒരു സെയിം മെറ്റീരിയലിന്റെ തന്നെ കളർ കോമ്പിനേഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം അതിന് തൊട്ടടുത്ത് തന്നെ വരുന്നുണ്ട്. അവിടെയും ടൈലുകളെല്ലാം സെയിം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് തന്നെ ഫേസ് ചെയ്തിട്ട് ഒരു ഡോർ ഇവിടെ കാണാം. ഇത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്ക് വരുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരുന്ന ഒരു ഡോറാണ്. യൂട്ടിലിറ്റി വന്നിട്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും സൈഡിലും ഒക്കെ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനായിട്ട് ഇവിടെയാണ് അറേഞ്ച്മെന്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് അവിടെ വിസിബിൾ ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാൽക്കണി വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ കാണുന്ന ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണിയും ഇതുപോലെ തന്നെ വളരെ വലിയൊരു സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയായിട്ട് ഏകദേശം ഫുള്ളായിട്ട് തന്നെ അത് കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ മെജോറിറ്റി ഭാഗങ്ങൾ നമുക്ക് കോൺക്രീറ്റിൽ തന്നെയാണ് കവർ ചെയ്തിരിക്കുന്നത്. ബാക്കി ഫ്രണ്ടിലേക്ക് വരുന്ന കുറച്ച് ഭംഗിയുള്ള കാണാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ട് ടഫിന്റെ ഗ്ലാസ് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ഒരു പോർഷൻ കവർ ചെയ്തിട്ടും ബാക്കിയുള്ള ഒരു പോർഷൻ വന്നിട്ട് ഓപ്പൺ ആയിട്ടുമാണ് കിടക്കുന്നത്. സൺലൈറ്റ് ഒക്കെ കിട്ടാനായിട്ട് അതുകൊണ്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ചുറ്റിനും ഞാൻ പറഞ്ഞിരുന്നു നിറയെ വില്ലകളുള്ള ഒരു ഏരിയയിലാണ്. ഏകദേശം 6-7 വില്ലകൾ വരുന്ന പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീടും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കാണുന്ന എല്ലാ വില്ലകളിലും തന്നെ ആളുകൾ താമസമായതാണ്. നമുക്ക് ഈ ഒരു വീടിനെ എടുത്തു പറയേണ്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് മെയിൻ റോഡിൽ നിന്നും വെറും 150 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇന്ന് പരിചയപ്പെട്ട വീട് എറണാകുളം ജില്ലയിലെ പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. എക്സാക്റ്റ് ആയിട്ട് ഈ സ്ഥലത്തിന്റെ പേര് പറയുകയാണെങ്കിൽ ഗാന്ധി റോഡ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്കൊക്കെ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതുപോലെ തന്നെ ബാക്കി എവിടേക്കാണെങ്കിലും എയർപോർട്ട്, ഇൻഫോ പാർക്ക് എല്ലായിടത്തേക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് എത്താവുന്ന ഒരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ പരിചയപ്പെട്ട വീടിന് തൊട്ടടുത്ത് തന്നെ മറ്റൊരു വീടുണ്ട്. രണ്ടും സെയിലിനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഇന്ന് പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം 5.4-നും 5.5-നും ഇടയ്ക്ക് 5.4-നും 5.5-നും ഇടയ്ക്കുള്ള ഒരു ലാൻഡ് അളവാണ് ഇത് വരുന്നത്. 2100 സ്ക്വയർ ഫീറ്റ് ആണ്. 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ കിണർ വെള്ളത്തിനുള്ള സൗകര്യമുണ്ട്. പൈപ്പ് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. 3 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 85 lakhs ആണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. 85 ലക്ഷം എന്നുള്ള ഇതിന്റെ വില ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന വീടാണെന്നുണ്ടെങ്കിലും ഏകദേശം 5.75 സെന്റ് ലാൻഡിൽ 2200 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ആ വീടിനാണെങ്കിൽ 4 ബെഡ്റൂം കൂടാതെ ഒരു സ്റ്റഡി റൂമും കൂടെ വരുന്നുണ്ട്. അതിനുദ്ദേശിക്കുന്ന പ്രൈസ് 90 lakhs ആണ്. അപ്പൊ ഈ 2 വീടുകൾ നല്ല ലാൻഡ് അളവിലും നല്ല സ്ക്വയർ ഫീറ്റിലും നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഇന്ന് കണ്ട ഈ പരിചയപ്പെട്ട വീടിന് 85 ലക്ഷവും തൊട്ടടുത്ത് കിടക്കുന്ന വീടിന് 90 ലക്ഷവും 85 ആൻഡ് 90 ലാക്സ് ആണ് രണ്ട് വീടുകളുടെയും പ്രൈസ് വരുന്നത്. ഈ രണ്ട് വീടുകളെല്ലാം രണ്ടും ഏത് സ്വന്തമാക്കണമെങ്കിലും മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. ലോൺ ഫെസിലിറ്റിയോട് കൂടി നിങ്ങൾക്ക് മാർബിൾ ഹോംസിന്റെ ഡിസ്കൗണ്ട് പ്രൈസോട് കൂടിയിട്ടും നല്ലൊരു എമൗണ്ടിലെ വീടുകൾ സ്വന്തമാക്കാവുന്നതാണ്. ഇതുപോലുള്ള മനോഹരമായ വീടുകൾ ഇനിയും കാണണമെങ്കിൽ മാർബിൾ ഹോംസ് സബ്സ്ക്രൈബ് ചെയ്യുക, സ്ഥിരമായിട്ട് കാണുക. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.